രമേ നമ്മളെയല്ല. എടാ രമയോ? രമയാരാ? പക്രുചേട്ടാ, നിങ്ങൾക്കൊക്കെ ഇവൻ രമേശ് പിഷാരടി ആയിരിക്കും. പക്ഷെ ഇവൻ എനിക്ക് എന്റെ പഴയ പൊടിമീശക്കാരൻ രമയാ. മനസ്സിലായില്ലേ? അല്ല, പഴയതില് ഞാൻ കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട്. അംബിക ടീച്ചറാണോ 3ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ചേ? എന്താ കോമഡിയൊക്കെ പറയുന്നത്? മറന്നുപോയാ? ചോക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും നല്ല പരിചയമുള്ള ആൾക്കാരാണോ? പരിചയമാണോന്നോ? നിങ്ങൾ പരിചയം പറഞ്ഞാൽ ഞെട്ടിപ്പോവും. എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവ് കാണിച്ച ഓർമ്മ വരുമോ? പറഞ്ഞു നോക്ക. എനിക്ക് അങ്ങനെ ബോധപൂർവ്വം മറന്നതല്ല. ഇത് ഓർമ്മയുണ്ടോ? എന്റെ റേഷൻ കാർഡാ. റേഷൻ കാർഡ് കാണിച്ചാൽ നിനക്ക് മനസ്സിലായി പോടാന്നോ? ചിലപ്പോ ഇത് കണ്ട ഓർമ്മ വരില്ല. ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന കണ്ട ഇവൻ എന്തായാലും ഓർമ്മ വരും. ഇത് ആരുടെ അക്ഷരാന്നറിയാലോ? ഓട്ടോഗ്രാഫാണോ അത്? അതെ, നീ എനിക്ക് എഴുതി തന്ന ഓട്ടോഗ്രാഫ്. ഇടോ, അപ്പൊ നമ്മൾ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടോ? വായിക്കട്ടെ. 1000 പൂക്കളെ കണ്ടു, 100 പൂക്കളെ പരിചയപ്പെട്ടു, 10 പൂക്കളെ ഇഷ്ടപ്പെട്ടു, അതിലൊന്നാണ് നീ. പത്തിലൊന്നാ. ഇപ്പോഴും എന്നെ ഓർമ്മ വന്നില്ല. ചെറിയൊരു ഓർമ്മ വരുന്നുണ്ട്. വന്നിട്ടില്ല, ഇപ്പോഴും ഓർമ്മ വന്നിട്ടില്ല. ഒരെണ്ണം കൂടെ വായിച്ച എന്തായാലും നിനക്ക് ഓർമ്മ. ഒരു ഓട്ടോഗ്രാഫിൽ കുറെ എഴുതിയിട്ടുണ്ടോ? അയ്യോ, ഇത് മൊത്തം ഇവൻ എഴുതിയതാ. വേറെ പലതും ഒക്കെ എഴുതിയിട്ടുണ്ട്, കാണിക്കാൻ പറ്റൂല. വായിക്കട്ടെ. മറക്കില്ല മുത്തേ മരണം വരെ, മറന്നെന്ന് തോന്നിയാൽ മരിച്ചെന്ന് കരുതുക. ഇങ്ങനെ എഴുതിയവന് എന്നെ കണ്ടിട്ട് ഓർമ്മയില്ല. അപ്പൊ ഇത് പ്രേതമാണോ? അല്ല, എനിക്കൊരു സംശയമുണ്ട്. പറഞ്ഞു കേട്ടോ, പറഞ്ഞു. അപ്പൊ മരയൊക്കെ ഉള്ള ഒരാള് ഇദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചെന്നൊക്കെ പറയുമ്പോഴേ 2 ദിവസം വീട്ടിൽ വിടാതെ ഇവനെ ഇവിടെ ഒന്ന് ഇരുത്തി നോക്ക്. 2 ദിവസം കഴിയുമ്പോഴേ ഒരു ക്രിസ്മസ് പപ്പാഞ്ഞ് ഇവിടെ ഇറങ്ങി പോണ കാണാൻ പറ്റും. അത്രക്ക് തരയാ. ഫുള്ള് ടൈ അടിച്ചു വന്നിരിക്കല്ലേ. ഇപ്പോഴും നിനക്ക് എന്നെ ഓർമ്മയായില്ല. എനിക്ക് ആലോചിച്ചു. ഇപ്പൊ പറഞ്ഞ വിറ്റിന്റെ ഒക്കെ ഒരു നിലവാരം വെച്ചിട്ട് എന്റെ കൂടെ പഠിച്ച ആ സമയത്തൊക്കെ ഉള്ള തലയ്ക്ക് വെളിവില്ലാത്തവനെ, തലയോല പറമ്പ് ദേവസ്വം ബോർഡ് സ്കൂളില് നമ്മൾ തമ്മിൽ ഒന്നിച്ച് പഠിച്ച നിന്റെ ഒരേ ഒരു ലൈൻ സൗവർണിക. ഓർമ്മയോ? എനിക്ക് ഒരു ഓർമ്മയുണ്ട്. സൗവർണിക ഒരാള് പഠിച്ചത്. എനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോഴേ ആ ക്യാമ്പസിന്റെ വരാന്ത, ആ ഫ്രണ്ടിൽ നിന്ന പുളിമരം, അവിടുത്തെ ജനലുകള്, അവിടുത്തെ ടേബിള്, ക്ലാസ് മുറി, ബോർഡ്, ഇതെല്ലാം ഒരു നൊസ്റ്റാൾജിയ പോലെ ഇങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് അവിടെ ചെന്നാലോന്ന് തോന്നുന്നു എനിക്ക്. ആണോ? ഒന്ന് പോടാ അവിടുന്ന്. കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് കോളേജ് കത്തിക്കാൻ നടന്നവനാ. ബോംബ് തകർക്കണോന്ന് പറഞ്ഞു നടന്നവനാ. ഇപ്പൊ നൊസ്റ്റാൾജിയെന്ന്. ഇപ്പൊ ഓർമ്മയായോ എന്നെ? അന്ന് പ്രേമാന്ന് പറഞ്ഞ് നിങ്ങളുടെ പുറകെ കുറെ നടന്നിട്ടുണ്ടോ? എന്റെ പക്രുച്ചേട്ട പുറകെ നടന്നിട്ടുണ്ടായിരുന്ന നിഴല് പോലെ എന്റെ കൂടെ ഇവനുണ്ടാവുമായിരുന്നു. ഞാൻ എവിടെ തിരിഞ്ഞാലും ഇവനുണ്ടാവുമായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ഒരു സ്കിറ്റിനാണോ ചാർജ്, അതോ ഒരു കുടുംബം കലക്കുന്നതിന് ഇത്ര എന്നാണോ? എത്ര വെച്ചിട്ടാ നിങ്ങൾ മേടിക്കുന്നത്? തന്നെ കേട്ടാ, ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ ബസ് സ്റ്റോപ്പിൽ വരുമ്പോഴത്തേക്ക് മതിലില് തോട്ടി ചാരി വെച്ചേക്കുന്ന പോലെ മതില് ചാരി ഇവൻ ഇങ്ങനെ നിൽപ്പുണ്ടാവും. അന്നത്തെ പോലെ അറിയാലോ, ഇങ്ങനെയല്ലേ ഇരുന്നത്. എന്നിട്ട് ബസ് വരുമ്പോ ഞാൻ ബസ്സിൽ കയറും. എന്റെ ബസ്സിൽ ഇവൻ കയറത്തുള്ളൂ. ഞാൻ ഫ്രണ്ടിൽ കയറും, ഇവൻ ബാക്കിൽ കയറും. ഫ്രണ്ടിൽ നിൽക്കുന്ന എന്റെ അടുത്തോട്ട് ഇവൻ നിരങ്ങി ആളുകളുടെ ഇടയിൽ നിന്ന് തിരികെ വന്ന് എന്റെ അടുത്ത് വന്ന് നിൽക്കും. അറിയാത്ത മട്ടില് എന്നെ ഒന്ന് തട്ടും. തട്ടിട്ട് ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോ ഇവൻ പറയും സോറി എടി എന്ന് പറയും. അവിടെ തൊട്ട് കോളേജ് വരെ പിന്നെ സോറി പറയുന്ന ബഹളമായിരിക്കും. അങ്ങനത്തെ സ്വഭാവം ഉള്ളവനാ. എന്നിട്ട് എന്നെ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞല്ലേ 10 പൂക്കൾ എന്നൊക്കെ പറഞ്ഞല്ലേ. എനിക്കിപ്പോ പറഞ്ഞപ്പോ ഒരു ചെറിയ ഇത് വരുന്നുണ്ട്. വേറൊരു കാര്യം പറഞ്ഞുതരാം. കോളേജിൽ പഠിക്കുന്ന സമയത്തെ നീ കൃഷ്ണനും ഞാൻ രാധയായിട്ട് ഒരു ഡാൻസ് കളിച്ച ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഞാൻ കൃഷ്ണനായിട്ട് നിൽക്കുന്ന ഒരു ഇത് കോളേജ് മാഗസിനിൽ വന്നു. ആ ഫോട്ടോ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അറിയാമോ? ഞാൻ എന്നും എടുത്ത് നോക്കും. എന്റെ കൊച്ചിനെ ഞാൻ എന്നും കാണിക്കും. എന്നിട്ട് എടാ ഇത് കൊക്കാച്ചി വരും, മര്യാദക്ക് നീ കൊക്കാച്ചി നിന്ന് ചാടി വരുമെന്ന് പറയും. അവൻ ചോറ് ഫുള്ള് കഴിക്കും. ഫോട്ടോ തന്നെ എന്റെ എല്ലാരും ചോറുണ്ടാൻ ഇച്ചിരി മടിയുണ്ട്. എനിക്കും പ്രേതം വരുമെന്ന് പറഞ്ഞ് കാണിക്കണം. ഇവൻ എന്തെന്ന് പറയും, ഇവൻ ഡാൻസ് കഴിഞ്ഞിട്ട് ഇവൻ ഡാൻസ് കഴിഞ്ഞിട്ട് ആ ഒരു ഓടക്കുഴൽ അവിടെ ഇട്ടിട്ട് പോയി. ഞാനാണെങ്കിൽ ഇവനോടുള്ള പ്രേമം മൂത്തിട്ട് ആ ഓടക്കുഴല് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? കണ്ടാ? ഞാൻ പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് ഇവൻ വലിയ നിലയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാനൊരു ഗമയ്ക്ക്
നമ്മുടെ അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരോടും തൊഴിലുറപ്പ് ചേച്ചിമാരോടൊക്കെ ഞാൻ പറയും, നിങ്ങള് ടിവിയിലൊക്കെ കാണുന്ന രമേശ് പിഷാരടി ഇല്ലേ, അവന്റെ ഓടക്കുഴൽ എന്റെ കയ്യിലുണ്ടെന്ന് പറയും. ആ ഓടക്കുഴൽ ഇതിപ്പോ ഓർമ്മയായോ എന്നെ? അന്നറിയത്തില്ലായിരുന്നല്ലേ ഇവനൊരു നടനാവൊന്നും. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ വിടുവായിരുന്നു. അങ്ങനെയാണല്ലേ ആ പാട്ടൊന്നുകൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യോ ഒന്ന് ഞങ്ങൾക്ക് കാണാൻ. അതെ, കേരളത്തിലെ ജനങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. ഞാനേ മറ്റേ മൂന്നാം പേരുടെ ക്ലൈമാക്സ് ശ്രീദേവി ഇരിക്കുന്ന പോലെ ഓർമ്മ പോയിട്ടിരിക്കുവല്ല. എനിക്ക് അത് ഞാൻ പറഞ്ഞത് അതിന്റെ ആവശ്യം കഴിയുമ്പോ നിനക്ക് ഉറപ്പായിട്ട് അല്ല അതല്ല ചോദിച്ചാ പിന്നെ അല്ല, എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നല്ലൊരു കൈ എല്ലാരും നല്ലൊരു കൈ കൊടുക്കണം. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു മലയാളമായിരുന്നു? ഞാൻ മലയാളമായിരുന്നു. ഞാൻ ഹിന്ദി ആയിരുന്നു. അപ്പൊ നമ്മള് അവിടെ പക്ഷെ അവിടെ മാത്രമല്ലേ ഉള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ഞാനൊരു ഓർമ്മയില്ലേ? നേരിയൊരു ഓർമ്മ വന്നില്ലേ? എനിക്ക് ഈ പഠിച്ചു നര മാറ്റിയ മാറ്റിയോണ്ട് എനിക്ക് നമ്മൾ ഒന്നിച്ച് പഠിച്ചിട്ട് ഓർമ്മയുണ്ട്. എന്തായാലും നിനക്ക് ഓർമ്മയാവും. ബാക്കി കഥയൊന്നും ഓർമ്മയില്ലെന്നുള്ളൂ. ക്ലാസ്മേറ്റ്സ് സിനിമയുടെ ഒരു ഫീല് വരുന്നു. അതെയല്ലേ? കണ്ട നിനക്ക് ഇവന് മാത്രം വന്നിട്ട് എന്നെ ഓർമ്മ അല്ല, വരും. എനിക്ക് ആ പാട്ടൊന്ന് ഇടുവാണെങ്കിൽ പാട്ടുണ്ടാവോ ഇവിടെ? പിന്നെ പാട്ട് ഇടിപ്പിക്കാം. ഓഡിയോ ഒന്ന് ഏത് പാട്ട്? ഇത് മതിയോ? കറക്റ്റ് ആയിട്ടാ ഓടക്കുഴലിൽ പിടിച്ചേക്കുന്നേ. ഇതല്ലേ? കോളേജിലെ ഞാൻ നിന്നിട്ടുണ്ട് ഇങ്ങനെ. ആണോ? ഞാനും ആഹാ ആഹാ. സോറി പറഞ്ഞു ഇടിച്ചില്ല, മുട്ടിയിട്ട് മുട്ടിയിട്ട് വേണം സോറി. ആഹാ സൂപ്പർ. എനിക്ക് എല്ലാ കഥകളും ഓർമ്മ വന്നു. ഈ പഴയ പടത്തിന്റെ ക്ലൈമാക്സിൽ ചില പാട്ട് വെക്കുമ്പോ ഓർമ്മ വരികയല്ലേ? എനിക്കിപ്പോ ഓർമ്മ വന്നു, ആളെ ഓർമ്മ വന്നു. ഇത് സൗപർണിക മലയാളം സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറിന് കത്ത് കൊടുത്ത കേസിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ടൂറ് പോയപ്പോ ബസ്സിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാം മല കയറാൻ പോയപ്പം ബസ്സിൽ വെച്ച് ഇവളെ സാറ് മാത്രം കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ശനിയാഴ്ച ദിവസം കോളേജ് ഇല്ലാത്ത ദിവസം കോളേജിലെ നെല്ലിമരത്തിന്റെ ചോട്ടില് ഒരു ദിവസം കണ്ടു. എനിക്ക് അയ്യോ എന്തെല്ലാം ഓർമ്മയെന്നറിയോ? എനിക്ക് ഒരുപാട് ഓർമ്മയുണ്ട്. പിന്നെ നമ്മുടെ കെമിസ്ട്രി ലാബിൽ നിന്ന് ടെസ്റ്റ് ട്യൂബ് കട്ടുകൊണ്ട് പോയ കേസിലുണ്ടായിരുന്നു. എനിക്ക് മുറുക്കി തരാൻ പറഞ്ഞൊരു പെങ്കൊച്ചിനോട് മുറുക്കി തരാന്ന് പറഞ്ഞ് കമ്മൽ ഉരുക്കൊണ്ട് അതുപോലെ പോയി. പിന്നെ സെക്കൻഡ് ഇയറിലെ തിരിച്ചു വന്ന സൗപർണികല്ലേ? എനിക്കറിയാം. ആ ഓട്ടോഗ്രാഫ് ബുക്ക് ഒന്ന് തരാമോ? ഓട്ടോഗ്രാഫ് ബുക്ക് ഓട്ടോഗ്രാഫ് കാണുമ്പോ ഞാൻ നിന്നെ അല്ല, എനിക്ക് അതിനകത്ത് ഞാൻ ആ സാധനം എഴുതിയത്, ഞാൻ അന്ന് എഴുതിയ സാധനം ഉണ്ടല്ലോ ഓട്ടോഗ്രാഫിനകത്ത്. ഫോൺ നമ്പർ എനിക്ക് വിളിക്കായിരുന്നു. അതായത് സൗപർണിക, മറക്കില്ല മുത്തേ മരണം വരെ, മറന്നെന്ന് തോന്നിയാൽ മരിച്ചെന്ന് കരുതുക. ഇത് ഞാൻ അന്ന് എഴുതി കൊടുത്ത കേട്ടോ. അന്ന് എനിക്ക് സാഹിത്യം അത്ര എഴുത്തൊന്നും അറിയത്തില്ല. ഇതൊന്നും ഇപ്പൊ ചെറുതായിട്ട് തിരുത്താൻ പറ്റുമോ? തിരുത്തിക്കോ. അതായത് മറക്കില്ല മുത്തേ മരണം വരെ, മറന്നെന്ന് തോന്നിയാൽ മരിച്ചെന്ന് കരുതുക എന്നുണ്ടല്ലോ. ആ 3-4 വരി നമ്മളൊന്ന് തിരിച്ചിടുക. മരിച്ചെന്ന് കരുതി അങ്ങ് മറന്നേക്കെ, അതായിരിക്കും നല്ലത്. ഇത് പിടിച്ചോ. അയ്യോ, എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ല. എനിക്ക് നല്ല ഓർമ്മയില്ല, കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഇപ്പോഴും ക്യാൻറ്റീനിൽ നിന്നായിരുന്നു നാരായണ ചേട്ടന്റെ മോൻ തന്നെയല്ലേ നിന്റെ ഭർത്താവ്? തിരുന്നതിന്റെ കടം തീരാതെ അവളെ അങ്ങനെയല്ലായിരുന്നു അത്. എനിക്ക് മനസ്സിലായി, കൃത്യമായിട്ട് മനസ്സിലായി തന്നെ. കൃത്യമായിട്ട് ഇനി എവിടെ വന്നാലും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അങ്ങനെ തന്നെ കരുതി, മരിച്ചെന്നും കരുതിയായിരുന്നു. എന്തൊക്കെ കഥകളാ ദൈവമേ നമ്മളിവിടെ കേട്ടതല്ലേ. സോറി, ഞാൻ ആദ്യം ഒന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ ആ കാലത്ത് അങ്ങനെയാണല്ലോ, അറിയാത്ത പോലെ നിൽക്കുവന്നു. ഞാൻ ഇങ്ങനത്തെ ഹണി ട്രാപ്പുകളിൽ നിന്ന് എപ്പോഴും രക്ഷപ്പെടും. നല്ല കാര്യം. പലരും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പിടുത്തം വീണിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മെഴുകും. നമുക്കങ്ങ് നൈസായിട്ട് ഈ ട്രാപ്പ് വൈൻഡപ്പ് ചെയ്താലോ? നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. പ്രേക്ഷകരെ നമ്മൾ അടുത്ത ദിവസം കാണാം. അതിരിക്കും ബൈ ഫ്രം കോമഡി മാസ്റ്റേഴ്സ്.